Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Welcome to Bake Mill Baking Queen, brought to you by Bake Mill, where every bite blossoms. Powered by K-Phone, കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ്. അപ്പം നമ്മളുടെ മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേക്കിംഗ് ക്വീൻ എന്നുള്ള മനോഹരമായ കോമ്പറ്റീഷനാണ്. ക്രിസ്മസ് ആണ് നമ്മുടെ സെലിബ്രേഷൻ ടൈം. അപ്പോൾ ക്രിസ്മസിനോട് അനുബന്ധിച്ച് പലതരം കേക്ക്സ് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മത്സരാർത്ഥികൾ ആരും തന്നെ ഒട്ടും ചെറുതല്ല, എല്ലാവരും ഈക്വലി കോമ്പിറ്റൻ്റ് ആണ്. വളരെ ശക്തമായ മത്സരം മുന്നോട്ട് പോകുന്നു. അപ്പോൾ എത്ര വ്യത്യസ്തമായ കേക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇനിയും കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും അതുപോലെ വ്യത്യസ്തമായ പലതരം കേക്കുകൾ, 4 കേക്ക്സാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ പ്രിലിമിനറി റൗണ്ട്സിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണുക, ആസ്വദിക്കുക. എന്നോടൊപ്പം കൃഷ്ണയുണ്ട്. അപ്പോൾ കൃഷ്ണയെ കൂടി സ്വാഗതം ചെയ്യാം. കൃഷ്ണ, ചേച്ചി அழகா இருக்கு பாக்குறதுக்கு, சூப்பரா இருக்கு. ഓ താങ്ക് യു. செல்லம். എന്തായാലും നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിരിക്കുവാണ്. ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്, നമ്മുടെ ഫസ്റ്റ് റൗണ്ടിന്റെ സെക്കൻഡ് ഗ്രൂപ്പ്. യെസ്, ഫസ്റ്റ് റൗണ്ട് നന്നായിരുന്നു ചേച്ചി. നന്നായിരുന്നു. സെക്കൻഡ് റൗണ്ടും നന്നായിരിക്കണം. കാര്യം എല്ലാവരും പിന്നെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ റിസൾട്ട് പറയാത്തതിന് ഒരു ചെറിയൊരു ആകാംക്ഷ അതുണ്ട് എല്ലാവരുടെ മുഖത്തും ഉണ്ട്. നമ്മൾ നന്നായി പ്ലാൻ ചെയ്തു. യെസ്, ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും കണ്ടസ്റ്റൻസിനെ വിളിച്ചാലോ? ഓക്കെ, ലെറ്റ്സ് കോൾ ദം പ്ലീസ്. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. Baking Queen, ho, ho. അങ്ങനെ കേക്ക് ബേക്കിംഗ് കോമ്പറ്റീഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ 4 കണ്ടസ്റ്റൻസ് റെഡി ആയിരിക്കുന്നു. വെയിറ്റിംഗ് ആണ് കേട്ടോ. യെസ്, കേക്ക് ഈസ് റെഡി. അപ്പോൾ പ്രേക്ഷകർ കാണാനായിട്ട് ആകാംക്ഷഭരിതരായിട്ടിരിക്കുകയാണ്. പ്ലീസ് കാണുക, എൻജോയ്. എൻ്റെ പേര് ഷഹന, സ്ഥലം കൂടല്ലൂർ. ഞാൻ ഇന്ന് ചെയ്യുന്നത് പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക്. ചീസ് കേക്കിന് ഉണ്ടാക്കാനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റ് ചെയ്ത് ബട്ടർ ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ബിസ്ക്കറ്റ് ബട്ടർ മിശ്രിതം മാറ്റാം. ലെവൽ ചെയ്ത് കൊടുക്കാം. 100 ഗ്രാം ചീസ് ക്രീം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. പിസ്താച്ചിയോ സ്പ്രെഡ് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ബാക്കിയുള്ള ബാറ്റർ വെച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. സ്പഞ്ച് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് അരിച്ച് വെക്കാം. മൈദ 1/4 കപ്പ്, സ്പഞ്ചിലേക്കുള്ള
മൈദ അരിച്ച് വെച്ചു. ഇനി അതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എന്നിവ നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് 2 പ്രാവശ്യം അരിച്ച് വെക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായി അതിനുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് 5 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കണം. ബീറ്റ് ചെയ്ത് തുടങ്ങാം. പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം മിക്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ബാറ്റർ ഇനി നമുക്ക് ഓവനിൽ വെച്ചിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. അടുത്തതായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിസ്താച്ചിയോ കുനാഫോഡോ റെഡിയാക്കി എടുക്കാം. അതിനായി 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുനാഫ ഇട്ട് കൊടുക്കാം. ബട്ടറിലേക്ക് കുനാഫ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഞങ്ങൾ വരുന്നു. ഇവിടെ എന്തായി? കുനാഫ 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 കേക്കാണ് കേട്ടോ ഇവിടെ. പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക്. ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? ജാപ്പനീസ്. ഓ, അവിടെ ഒരാള് ജാപ്പനീസ് ചീസ് കേക്ക് ഇവിടെയുണ്ട്, അവിടെയുമുണ്ട്. ഇവിടെ കുനാഫ ആൻഡ് പിസ്താച്ചിയോ. ബേക്ക് ചെയ്യാത്ത കേക്ക്. ഇത് ബേക്ക്ഡ് അല്ലേ? ഇതുണ്ട്, രണ്ടുണ്ട്. ഓക്കെ. അത് മറ്റേ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഏതാണ് ചീസ് കേക്ക്? വേറെ എന്താ വെച്ചിരിക്കുന്നത്? അത് പിസ്തയും ബിസ്ക്കറ്റ് എല്ലാം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അല്ലേ? ഇതിപ്പോൾ 2 കേക്ക് ഉണ്ട് അല്ലേ? അത് കേക്ക് ഉണ്ട്, ചീസ് കേക്ക് ഉണ്ട്, പിന്നെ ഫില്ലിംഗ് ഉണ്ട്, പിസ്താച്ചിയോടെ സ്പ്രെഡ്. ആ കേക്കും സെയിം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നടക്കട്ടെ. പിസ്താച്ചിയോ കുനാഫ റെഡിയാക്കി എടുക്കാം. മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് കുനാഫ ഇട്ട് കൊടുത്തു. മെൽറ്റ് ആയതിനു ശേഷം പിസ്താച്ചിയോ സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിസ്താച്ചിയോ കുനാഫ പാത്രത്തിലേക്ക് മാറ്റാം. സ്പഞ്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമുമുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. ശേഷം പിസ്താച്ചിയോ സ്പ്രെഡ് ഇട്ട് കൊടുക്കുക. ക്രീം തേച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചീസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ശേഷം ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യാൻ വെച്ചോ? അപ്പോൾ കാണാനില്ല, ചില്ലറിലേക്ക് മാറ്റി. അത് സെറ്റായിട്ട് എത്ര ടൈം കൂടെ വേണ്ടി വരും? ഒരു 10-20 മിനിറ്റ്. ഇതും കുനാഫ, പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക്. ഇതൊക്കെ ടേസ്റ്റ്, ഈ കാര്യങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഭയങ്കരമാണ്. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഫ്യൂഷനും കറക്റ്റായിട്ട് വന്ന ടേസ്റ്റ്. ഇത് ഉണ്ടാക്കാറുണ്ടോ സ്ഥിരം? ഉണ്ടാക്കാറുണ്ട്. ഓർഡേഴ്സ് ഉണ്ടോ? ഓർഡർ ഉണ്ട്. ഹോം ബേക്കേഴ്സ്. യെസ്. ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം.
പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ആശാ പാർവതി. തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയാണ്. ഫ്യൂഷൻ റൗണ്ടിൽ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ വെസ്റ്റേൺ ഫ്യൂഷൻ കേക്കാണ്. കേരളത്തിൻ്റെ തനത് പലഹാരമായ ഉണ്ണിയപ്പവും വെസ്റ്റേൺ കേക്കായ ബട്ടർ കേക്കിൻ്റെയും ഒരു ഫ്യൂഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കേക്ക് സ്പോഞ്ച് ആവാനുള്ള ഷുഗർ സിറപ്പ് ഒന്ന് തയ്യാറാക്കി തണുക്കാൻ വെക്കാം. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് എലാച്ചി ഫ്ലേവർ വരാൻ വേണ്ടി ഏലക്ക ആഡ് ചെയ്ത് ചൂടാക്കാൻ പോകണം. ഷുഗർ സിറപ്പ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ശർക്കരപ്പാനിക്ക് മൊത്തം 1.5 കപ്പ് ജാഗറി പൗഡർ ആവശ്യമുണ്ട്. 3/4 കപ്പ് കേക്കിനും 3/4 കപ്പ് ഉണ്ണിയപ്പം തയ്യാറാക്കാനുമാണ്. ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സോൾട്ട്. ഇനി നമുക്കിതൊന്ന് സീവ് ചെയ്തെടുക്കാം. ഉണ്ണിയപ്പം ബേസ്ഡ് തീം ആയതുകൊണ്ട് 2 ലെയർ കേക്ക് ഒരു ശർക്കരയുടെ ബേസാണ്. ശർക്കര, ഏലക്ക, പാളയംകോടൻ പഴം ബേസാണ്. അപ്പം അതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. അതിന് 1.5 കപ്പ് മൈദ ആവശ്യമുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ഇട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ബട്ടർ കേക്കിന് ആവശ്യമുള്ള ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ചെയ്യണം. ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്കൊരു 6.5 ഇഞ്ച് ഗ്രീസ് ചെയ്ത് ബേക്കിംഗ് ട്രേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓവൻ ഒന്ന് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ്സ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ഉണ്ണിയപ്പം ബേസ് കേക്കിനുമായിട്ട് നമ്മളൊരു 3 പാളയംകോടൻ പഴം നന്നായി ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി കേക്കിലേക്കും പകുതി ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്കുമാണ് ഉപയോഗിക്കുന്നത്. ഉണ്ണിയപ്പം കേക്കിന് ആവശ്യമായ 2 മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ജാഗറി സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച 3 പാളയംകോടൻ പഴമുണ്ട്. അതിൻ്റെ പകുതിയോളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉണ്ണിയപ്പം ബേസ്ഡ് ബാറ്റർ നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ എയർ ബബിൾസ് പോകാനായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അവൻ പ്രീ ഹീറ്റായി. നമ്മുടെ ബട്ടർ കേക്ക് ബാറ്ററും ഉണ്ണിയപ്പം ബേസ് കേക്ക് ബാറ്ററും റെഡിയാണ്. നമുക്കത് ഓവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്കൊരു 16 മിനിറ്റ് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി ഡെക്കറേഷൻ ആവശ്യമായ ഉണ്ണിയപ്പം തയ്യാറാക്കാം. അതിന് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, 2 ടേബിൾ സ്പൂണോളം റവ, ഇതിലേക്ക് അരച്ച
പാളയംകോടൻ പഴത്തിൻ്റെ മിക്സ്ചർ, ഒരു 1/2 സ്പൂണോളം ഏലക്കാപ്പൊടിയും വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് മിക്സ്ചറും തേങ്ങാക്കൊത്ത് എള്ള് മിക്സ്ചറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചൂടായ ശർക്കര പാനിയും ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കണം. കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം കേക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഉണ്ണിയപ്പത്തിൻ്റെ ഫ്ലേവറിനോട് ചേർന്ന് പോകാനായിട്ട് 1 സ്പൂൺ സോൾട്ടഡ് കാരമൽ ചേർക്കുവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ഉണ്ണിയപ്പ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഉണ്ണിയപ്പം മാവ് കുറച്ച് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഉണ്ണിയപ്പമെല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. ഇനി അത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഫ്യൂഷൻ ഇപ്പോൾ ഇങ്ങനെ അയ്യോ ദേ ഇവിടെ ഉണ്ണിയപ്പത്തിൽ വരെ എത്തി ഫ്യൂഷൻ. സൗത്ത് ഇന്ത്യനിലേക്ക് സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. ബാക്കിയുള്ളവരൊക്കെ അന്യ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ യു തോട്ട് അല്ലേ? അതെ, നമ്മുടെ സൗത്ത് ഇന്ത്യ. എണ്ണ കുടിക്കുന്നുണ്ടോ? ചൂടാണ്. എണ്ണ കുടിക്കുന്നുണ്ട്. ആക്ച്വലി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് മറ്റേ ഓതൻറ്റിക് അരി കുതിർത്ത് പൊടിച്ചതല്ല, അരിപ്പൊടിയും മൈദയും കുറച്ച് റവയും. അപ്പോൾ അതാണോ എന്നറിയില്ല. പിന്നെ ഇത് ഇൻഡക്ഷൻ പ്രശ്നമാണ് എണ്ണ കുടിക്കുന്നത്. ചൂട് കൂടുതലായിട്ടല്ലേ, ഓയിലിന് നല്ല ചൂടില്ലെങ്കിൽ എണ്ണ കുടിക്കും, അതുകൊണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അതും എങ്ങനെയാണ് കേക്ക് വന്നിട്ട് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കേക്ക് ഒരു ജാഗറി ബേസ്ഡ് ആണ്. ജാഗറി നമ്മുടെ ഈ തേങ്ങാക്കൊത്ത്, എള്ള്, പാളയംകോടൻ പഴം, അങ്ങനത്തെ ഒരു ബേസ്. പിന്നെ അടുത്തതൊരു ബട്ടർ കേക്കാണ്, ഒരു വെസ്റ്റേൺ യൂറോപ്യൻ. ഇത് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ ക്രംസ് പോലെ സൈഡിൽ വെക്കാനും മേളിൽ ഇങ്ങനെ ഗുലാബ് ജാമുൻസ് ഒക്കെ വെക്കണ പോലെ ഹാഫ് ആക്കി വെക്കാനുമാണ് പ്ലാൻ. ഇത് ഇതിനു വേണ്ടി ഒന്ന് ട്രയൽ നോക്കി. അപ്പം കേക്ക് കുഴപ്പമില്ലാതെ വന്നു. ഇപ്പം നോക്കണം. അന്ന് ഒരു ബനാന കേക്ക് ഫ്ലേവറിൽ കിട്ടി. നോക്കാം. അതെ, കേക്ക്സ് രണ്ടും ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ടെമ്പറേച്ചറിലാവാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കാരമൽ ബേസ്ഡ് ഫ്രോസ്റ്റിംഗ് നമുക്കൊന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കേക്ക് നമുക്കൊന്ന് ലെവൽ ചെയ്ത് എടുക്കാം. ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം ബേസിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു ജാഗറി ലെയർ. നമുക്കൊരു ഇലാച്ചി ഫ്ലേവേർഡ് ഷുഗർ സിറപ്പ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കാരമൽ വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് ഒന്ന് ഒരു ലെയർ കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവലപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു ബട്ടർ കേക്ക് ലെയർ വെച്ച് കൊടുക്കാം. ഇവിടെയും നമുക്ക് ഷുഗർ സിറപ്പ്. എഗെയിൻ നമുക്കൊരു ലെയർ ക്രീം അപ്ലൈ ചെയ്യാം. നമുക്കൊരു ഫൈനൽ ലെയർ ഓഫ് ജാഗറി കേക്ക് ലെയർ വയ്ക്കാം. ഉണ്ണിക്കണ്ണനോടു നീ ഉണ്ണിയപ്പത്തിനെല്ലാം സെറ്റ് മുറിച്ചു ഇങ്ങനെ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ക്രംസ് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. കാരമൽ സോൾട്ടഡ് കാരമൽ സോസ് അത് ഇതിൻ്റെ കൂടെ പോവും എന്നാണ്. എന്തായാലും നോക്കാം. ഫ്യൂഷൻ അല്ലേ? ഫ്യൂഷനാണ്. ഉണ്ണിയപ്പം കാരമൽ. ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉണ്ണിയപ്പം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണ്ണിയപ്പംസ് ഹാഫായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടോപ്പിംഗ് ആയിട്ട് കുറച്ച് കാരമൽ സോസ്, സോൾട്ടഡ് കാരമൽ സോസും ഉണ്ട്. നമുക്ക് ഈ സോൾട്ടഡ് കാരമൽ സോസ്
ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ണിയപ്പം ബേസായിട്ട് വെക്കാൻ നമുക്കൊരു ഫ്ലവർ പോലെ ചെയ്യാം. നമുക്ക് സൈഡ്സിലൊന്ന് ഉണ്ണിയപ്പത്തിൻ്റെ ക്രംസ് ഒന്ന് ഡസ്റ്റ് ചെയ്യാം. നമ്മുടെ ഉണ്ണിയപ്പം ബട്ടർ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഹലോ, നമസ്കാരം. ഞാൻ ശരണ്യ, ട്രിവാൻഡ്രം ജില്ലയിലെ നെടുമങ്ങാട്ട് നിന്ന് വരുന്നു. ഇന്ന് ഒരു ചീസ് കേക്കാണ് ചെയ്യുന്നത്. ഫെറാറോ റോഷർ ചീസ് കേക്ക് വിത്ത് സ്പാനിഷ് ഡിലൈറ്റ് ആണ്. അതിനായിട്ട് ആദ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചു വീഴ്ത്താം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ വീട്ടിയിട്ട് ബീറ്റ് ചെയ്യാം. ഇനി കുറേശ്ശെ ആയിട്ട് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല വൈറ്റ് നിറം ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. ഒരു ചെറിയ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് മൈദ. അതും നമുക്ക് കുറേശ്ശെ ഇട്ട് ബീറ്റ് ചെയ്യാം. സ്പഞ്ച് വന്നിട്ട് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കൊക്കോ പൗഡറും കൂടി ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്യാം. നല്ല സ്മൂത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. പെട്ടെന്ന് നമുക്ക് ബേക്കായിട്ട് കിട്ടാനായിട്ട് 2 പാത്രമാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വീഴ്ത്താം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെക്കാം. കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീം 1 കപ്പ് വീത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് ഇടാം. ചോക്ലേറ്റ് ഒക്കെ നല്ല മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ചോക്ലേറ്റിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സോസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സോസ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഫില്ലിങ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനായിട്ട് വേഫേഴ്സാണ്, ചോക്ലേറ്റ് വേഫേഴ്സ് പൊടിച്ചതാണ്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ന്യൂട്രല്ലയാണ്. ഈ വേഫേഴ്സിലോട്ട് ന്യൂട്രല്ല മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ഫെറാറോ റോഷർ മുട്ടായിയുടെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. നമ്മൾ കേക്ക് ഏകദേശം ബേക്കാവാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് സോസിൻ്റെ കൂടെ തന്നെ വേറൊരു കാരമൽ ഒരു സ്പെഷ്യൽ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കാം. അതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കാരമൽ മെൽറ്റായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് ഇളക്കാവേ. കാരമൽ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വീഴ്ത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ 3 കഷ്ണം വൈറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സ്പെഷ്യൽ സോസാണെന്ന്. ഈ വൈറ്റ് കോമ്പൗണ്ടൊക്കെ വരുമ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 ഡ്രോപ്പ് ബദാം മിക്സ് വീഴ്ത്താവേ. അപ്പോൾ നമ്മളെ എമ്മി ആയിട്ടുള്ള സ്പെഷ്യൽ കാരമൽ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ ഓഫ് ചെയ്തിട്ട് കേക്ക് എടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം പൊന്തിയിരിക്കും, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. താഴോട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ പ്രധാനമായിട്ട് വേണ്ട ക്രീം ചെയ്യാം. ആദ്യമായിട്ട് ഇതിലേക്ക് വിപ്പിംഗ് ക്രീം വീഴ്ത്തി കൊടുക്കാം. ചീസ് കേക്ക് അല്ലേ, അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ചീസാണ്. 350 ഗ്രാം ചീസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഷുഗർ ഇടാവേ. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്ക് ന്യൂട്രല്ല ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബേസിലേക്ക് നമുക്ക് ആദ്യത്തെ സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പാണ്. കുറച്ച് ഷുഗറും വാട്ടറും കൂടെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്സിനായിട്ട് വൈറ്റ് ചോക്ലേറ്റും
മിൽക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ നമ്മൾ നേരത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ന്യൂട്ടെല്ലയുടെ മിക്സാണ്. അതിൻ്റെ മണ്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ് പൗഡറും കൂടെ. വീണ്ടും ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ വെച്ചതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതും ചെയ്യാം. ജസ്റ്റ് ക്രം കോട്ടിങ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റായിട്ട് ഫൈനൽ കോട്ട് ചെയ്യാം. ഇതൊന്ന് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യാം. ഹലോ മാം. ഹായ് ഇതായി കാര്യങ്ങൾ. ഫസ്റ്റ് ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എന്ത് കേക്കായിരുന്നു? ഫെറാറോ റോഷർ ആൻഡ് സ്പാനിഷ് ഡിലൈറ്റ് കേക്ക്. ഇനി 2 സോസും കൂടി. അതെങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ ഫ്യൂഷൻ? എവിടത്തേക്കാണ്? സ്പാനിഷ് ഡിലൈറ്റ് സ്പാനിഷിലെയാണ്. സോറി, സ്പെയിനില്. മാമിനും സാറിനെ കണ്ട് ടെൻഷനിലെല്ലാം. ദൈവമേ, എങ്ങനെയുണ്ട് കൃഷ്ണ? ഫെറാറോ റോഷർ സ്പാനിഷ് ഡിലൈറ്റ്. സ്പെയിനിലെ സ്പാനിഷ് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ കേക്ക് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ചില്ല. ഇന്നലെ എനിക്കൊരു ആക്സിഡന്റ് ആയി, ഹോസ്പിറ്റലിലായിരുന്നു. ട്രിവാൻഡ്രം നെടുമങ്ങാടാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് 2 വീലറിൽ പോകുമ്പോൾ ഒരു പൂച്ചക്കുട്ടി ടയറിൻ്റെ ഇടയിൽ കയറി. വെളുപ്പിന് 3 മണിക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. അപ്പം ഫുള്ള് മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത്രയും എനിക്ക് വരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം കൊണ്ട് തന്നെയാണ് വന്നത്. അതിൽ ബെസ്റ്റായിട്ട് തന്നെ ചെയ്യാനും നോക്കുന്നത്. സാഹസികമായ ഒരു ശരി, താങ്ക് യു. ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതാ ഫൈനൽ കോട്ടിങ് ചെയ്യുകയാണേ. സൈഡ് നമുക്കൊരു ഡിസൈൻ കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് സോസ്. സൈഡിലൊരു ഡിസൈൻ കൊടുക്കണുണ്ട്. അതിനുശേഷമാണ് നമ്മളെ മെയിൻ ചോക്ലേറ്റ് ഫെറാറോ റോഷർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണുണ്ട്. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൂവിൻ്റെ മണ്ടയിലോട്ട് ചോക്ലേറ്റ് ഷോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ചോക്ലേറ്റും കാരമൽ സോസും ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ഹലോ, ഫൈനലായി കേട്ടോ. അതെ നോക്കൂ കൃഷ്ണ, സി പാർട്ടി ബിഗിൻസ്. യെസ്, സ്പാനിഷ് ഡിലൈറ്റ് ആൻഡ് ഫെറാറോ റോഷർ. ഫെറാറോ റോഷർ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം. അതെ അതെ അതെ. ഉള്ളിലും ഇതേ ഫില്ലിങ്സ് തന്നെയാണ് മാം കൊടുത്തിരിക്കുന്നത്. അതെ അതെ, അതും ചോക്ലേറ്റ് ക്രീമും ഫെറാറോ റോഷർ മോഡൽ തന്നെ ക്രീമും. ക്രീം ചീസാണ്. ഇത് വന്നിട്ട് കാരമൽ ട്രിപ്പാണ്. അത് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബട്ടർ സ്കോച്ച് ആണ്, പക്ഷേ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ ആ സോസും എൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള. അതൊക്കെ ഇപ്പൊ എല്ലാവരും പറഞ്ഞു സ്പെഷ്യൽ. അതെ അതെ, ഇതിപ്പോ കാണിച്ചല്ലോ. ഐസ്ക്രീം കഴിക്കുമ്പോൾ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, ആ ടേസ്റ്റ് ഇതിലും കൊടുത്തിട്ടുണ്ട്. സ്പാനിഷ് ഡിലൈറ്റിനകത്ത് ചെറിയ ഒരു സാധനം കാണില്ലേ, നമുക്കൊരു കടിക്കാൻ. അത് ഇതിനകത്തുണ്ടോ? അത് ചെയ്തിട്ടില്ല. അതിന് പകരം സോസും നമ്മൾ ഫെറാറയുടെ ഫില്ലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫെറാറയുടെ ഫില്ലിംഗ് ആയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ഫെറാറ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്ത് നട്ട്സും കൂടെ മിക്സ് ചെയ്ത് അടിപൊളിയായിട്ടൊക്കെ ചെയ്തിരിക്കുന്നു. ഓക്കെ, എന്തായാലും കഴിക്കാൻ എന്തായാലും നല്ല സ്വാദായിരിക്കും മനസ്സിലായി. നമ്മുടെ ഫെറാറോ റോഷർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി മാമും സാറും ടേസ്റ്റ് ചെയ്ത് റിസൾട്ട് പറയണം, അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ പേര് അസന. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് വരുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് പാവ്ലോ ജപ്പാനീസ് ചീസ് കേക്കാണ്. ആദ്യം നമുക്ക് മുട്ടയുടെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. നമുക്കൊരു കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിന് മുകളിലൊരു ബൗൾ വെച്ചിട്ട് ക്രീം ചീസ്, ബട്ടർ, മിൽക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചീസാണ്. അൺസോൾട്ടഡ് ബട്ടർ 30 ഗ്രാം, 1/4 കപ്പ് മിൽക്ക് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 150 ഗ്രാം ക്രീം ചീസും 30 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറും 1/4 കപ്പ് മിൽക്കും ഇത് മൂന്നും കൂടി
ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടണം. എന്നിട്ട് നമുക്ക് ഇത് ഈ വെള്ളത്തിന് മുകളിൽ നിന്ന് മാറ്റി വെക്കാം. നമ്മൾ മുട്ടയുടെ മഞ്ഞ മാറ്റി വെച്ചിരുന്നില്ല, അത് 2 എണ്ണം ഓരോന്നോരോന്നായി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മൈദ കോൺഫ്ലവർ മിക്സ് ഉണ്ട്, അതൊന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്ക് ഈ സ്പാച്ചിൽ വെച്ചൊന്ന് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യും. ഇതിൽ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ് വൈറ്റ് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചീസ് മിക്സ് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ചീസ് മിക്സ് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് എഗ് വൈറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ജാപ്പനീസ് ചീസ് കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ ഒരു 50 മിനിറ്റ് ഒന്ന് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മിക്സ് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫില്ലിങ്സിനായിട്ടുള്ള ക്രീം ചീസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊരു 30 ഗ്രാം ക്രീം ചീസും 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ്, ഒരു 2 ടീസ്പൂൺ ഷുഗർ പൗഡറും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1/2 കപ്പ് വിപ്പിഡ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലോട്ട് നമുക്ക് നമ്മളെ ക്രീം ചീസ് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പാവ്ലോവ റെഡിയാക്കി എടുക്കാം. ഇതിന് 2 മുട്ടയുടെ എഗ് വൈറ്റ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എഗ് യോക്കിൻ്റെ ആവശ്യമില്ല. പാവ്ലോവ ഉണ്ടാക്കാം, എഗ് വൈറ്റ് മാത്രമേ ഉള്ളൂ, മതി. ഇനി നമുക്കിത് നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാവ്ലോയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇതിലോട്ട് പാവ്ലോവ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചിട്ടുണ്ട്. അത് 150 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഹായ്, ഓ നമ്മുടെ പാവ്ലോവ പാവ്ലോവ ഈസ് ഗെറ്റിംഗ് റെഡി. കേക്ക് ഈസ് ഓക്കെ. നല്ല ചീസ് കേക്ക്, ചീസ് കേക്ക്, ബേക്ക്ഡ് ചീസ് കേക്കോ? ബേക്ക്ഡ് ചീസ് കേക്ക്, ജപ്പാനീസ് ചീസ് ഓ കേക്ക്. ജാപ്പനീസ്, ഓക്കെ. ജാപ്പനീസ്, ഓക്കെ. സ്പെയിൻ എത്തി, ജപ്പാൻ വന്നു, ഓസ്ട്രേലിയ, ഓസ്ട്രേലിയ, പാവ്ലോവ വിത്ത് ഫ്രൂട്ട്സ്. അതിന്റെ കൂടെ ഒരു ജപ്പാനീസ് ചീസ് കേക്ക്, ചീസ് ക്രീം ഫില്ലിങ് കൊടുക്കണം. ക്രീം ചീസ് ഫില്ലിംഗ് ആണോ? ക്രീം ചീസ് ഫില്ലിങ്. അപ്പോൾ ഹാപ്പിയാണോ? കണ്ടറിയാം ഒരുവിധം സെറ്റ്. കാര്യം അതിന് കറക്റ്റ് കളർ കോമ്പിനേഷനിൽ കറക്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ടെമ്പറേച്ചർ അതാണ്. ഇതും കറക്റ്റായിട്ട് കിട്ടി. അതൊക്കെ ഒരു ലക്കാണ് കേട്ടോ. ചില സമയത്ത് നമ്മൾ എത്ര വിചാരിച്ചാലും ചിലപ്പോൾ ഒരു പോയിന്റേ ആ ഒരു നന്നായി. ഓക്കെ, താങ്ക് യു. ഇനിയും ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ? പാവ്ലോവ is not ready. Another how many minutes to go? How many seconds? 2 seconds. 2 seconds, sir? Yes. 2 seconds. 2 മിനിറ്റ് അല്ലേ? 2 Thank you. minutes. അത് കണ്ടിട്ട് ആയിന്നാ തോന്നണേ. പക്ഷെ അത് സാധാരണ അങ്ങനെ ഒരുപാട് ടൈം വേണ്ടല്ലോ. കളറും വേണ്ട. മണിയടിക്കും. പക്ഷെ അത് മുകളിൽ ടെമ്പറേച്ചർ കൂടുതലായി പോയിട്ടുണ്ട്. അതുകൊണ്ട് കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്.
പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ജാപ്പനീസ് ചീസ് കേക്ക്. അതിന്റെ മേളിൽ വെച്ചിട്ട് ഒരു ക്രീം ഫില്ലിംഗ് ഉണ്ടാവും. അതെ അതെ, ക്രീം ചീസ് ഫില്ലിങ് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഫ്രൂട്ട്സ് ബ്ലൂബെറി ഉണ്ട്, ചെറി. എല്ലാ എക്സോട്ടിക് സാധനം. ബ്ലാക്ക്ബെറി ആണോ മറ്റേ? ബ്ലാക്ക്ബെറി ബ്ലാക്ക്ബെറി പുളി ഉണ്ടാവോ? ബ്ലാക്ക്ബെറി ഒന്ന് ഡ്രൈഡ് ആണ്, ഒന്ന് ഫ്രഷ് ആണ്. ഓക്കെ. സ്ട്രോബെറി ഡ്രൈ ആണ്. ആൻഡ് ഇപ്പുറത്തിരിക്കുന്ന ചെറീസ് ആണ് ഗ്ലേസ്ഡ്. നമ്മുടെ ഇവിടെ അധികം ഫ്രഷ് കിട്ടാൻ പാടാണ്. അതെ, ഫ്രഷ് സ്ട്രോബെറി ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ പാവ്ലോവ ജപ്പാനീസ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ പ്രിലിമിനറി കഴിഞ്ഞിരിക്കുവാണ് അല്ലേ, റൗണ്ട്സ്. 4 കണ്ടസ്റ്റൻസ്. നല്ല എന്താ പറയുക, ഭയങ്കര അലങ്കാരമൊക്കെയാണല്ലോ, ഗംഭീരമായിരിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? നന്നായിട്ട് ചെയ്യാൻ പറ്റിയോ? ഓ യെസ്, പറഞ്ഞ സമയത്തിനുള്ളിൽ ഏതാണ്ട് തീർത്തു. ഓക്കെ, നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. യെസ്. ഫസ്റ്റ് ആള് വിളിക്കുന്നത് ഷഹനാസ് ഹാരിസ് ഫ്രം പാലക്കാട്. എഡിബിൾ ഫ്ലവേഴ്സ് ആണ് അല്ലേ, ഫോണ്ടന ഉണ്ടാക്കിയിട്ടൊക്കെ വരുന്നു. ഓക്കെ. ഇതിപ്പോ പിസ്താഷ്യോ, കുനാഫ, ജാപ്പനീസ് ചീസ് കേക്കാണ് ചെയ്തിരിക്കുന്നത്. കാണാനൊക്കെ കുഴപ്പമില്ല. കുറെ കഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലേ? കട്ട് ചെയ്താലോ? എല്ലാ ലെയർ കറക്റ്റ് ആയിട്ട്. കുനാഫ ലെയർ താഴെയാണോ ഇടയ്ക്കുണ്ട്? ഇടയ്ക്ക് വെച്ച് എന്തൊക്കെ പറഞ്ഞാലും അത് കുനാഫ, ഇതും മറ്റേ പിസ്താഷ്യോ, ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഒരു സ്വാദാണല്ലോ, സ്വാഭാവികം. എല്ലാം കൂടി ചേർന്നൊരു ടേസ്റ്റി സംഭവം. നൈസ്. സെൻട്രലാണ് അതിൻ്റെ ചീസിൻ്റെ സെൻട്രലാണ് വരുന്നത്. അതിൻ്റെ ഒരുപാട് ദൂരെ പോകണം. അതിൽ തന്നെ നമ്മൾ എടുത്തതിൽ വരുമല്ലോ. വരും. കിട്ടി. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ആളിനെ വിളിക്കാം. ആശാ പാർവതി, ട്രിവാൻഡ്രം. ഇലയൊക്കെ വാട്ടിയില്ലേ? അത് വീട്ടിൽ നിന്ന് വാട്ടിക്കൊണ്ട് വന്നു. അതിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈലും കൂടി മിക്സ് ചെയ്ത് സൗത്ത് ഇന്ത്യൻ. ഉണ്ണിയപ്പത്തിന് ഗുലാബ് ജാം കേക്ക് ചെയ്യണ പോലെ കോമൺ ആയതുകൊണ്ട് ഉണ്ണിയപ്പം വെച്ച് ട്രൈ ചെയ്തു. കട്ട് ചെയ്ത് തരാമോ? ചോക്ലേറ്റ് ടോപ്പിംഗ്സ് പോലെ ആയിരിക്കും. ആക്ച്വലി ഉണ്ണിയപ്പം ക്രംസ് ആണ്. നല്ല ക്രഞ്ചി ആയ ചിലതായി, ചിലതായില്ല.
ആയ കേക്ക് കിട്ടിയവർ തന്നെ ഉണ്ട്. സെന്ററിൽ താഴെ മിഡിൽ ലെയർ ബട്ടർ കേക്ക്, ടോപ്പും ബോട്ടവും ജാഗറി ബനാന അല്ലേ? പാളയംകോടൻ പഴം. അപ്പോൾ ഇത് മൂന്നും കൂടി ഇത് ചേർത്ത് പഴത്തിന്റെ ആണോ? അത് തേങ്ങാക്കൊത്തും ഉണ്ണിയപ്പത്തിന്റെ സെയിം ഒരു മിക്സ്ചറാണ്. സോഡാപ്പൊടി ഉണ്ടോ? സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതാണ് ചേർത്തിരിക്കുന്നത്, നോട്ട് ബേക്കിംഗ് പൗഡർ അല്ലേ? ഉണ്ണിയപ്പം കേക്കിൽ 2 ഈക്വൽ ക്വാണ്ടിറ്റി ചേർത്തിട്ടുണ്ട്. ബട്ടർ കേക്കിൽ ബേക്കിംഗ് മനസ്സിലായി. ഇതിലൊക്കെ സോഡാപ്പൊടി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ചെറിയൊരു ഫ്ലേവർ കിട്ടി, അതാ ചോദിച്ചു. ഓക്കെ. സോഡാപ്പൊടിയുടെ ഒരു ടേസ്റ്റ്. നൈസ് കോൺസെപ്റ്റ്, ഗുഡ് എഫേർട്ട്. താങ്ക് യു. അല്ലേ, ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്തു. ട്രൈ. ഓക്കെ, താങ്ക് യു. ശരണ്യ സിജോ ട്രിവാൻഡ്രം. Baking Queen, Baking Queen, ഡെസേർട്ട് സ്പ്രെഡ് തന്നെയുണ്ട് കേട്ടോ. അല്ല പിന്നെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കാണുന്ന ഒരെണ്ണം കഴിച്ചിട്ട് അടുത്ത്. Baking Queen, ഇതാണ് മറ്റേ ക്യാരമൽ. അതെ അതെ, ഇത് തിക്കാവൂലേ അല്ലേ? തിക്കായിരുന്നു. ഇപ്പം ഞാൻ AC യിൽ വെച്ച് തണുത്തപ്പോൾ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ആക്കിയതാണ്. അതിലെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അല്ലേ? ഇത് ഫെറാറോ ക്യാൻഡി ഞാൻ ഇപ്പം ചെയ്തതാ മാം. ഞാൻ ഇതിനകത്ത് കൊടുത്ത ഫില്ലില്ലേ, അത് ഞാൻ ഒന്ന് ഇങ്ങനെ ബോളാക്കി ചെയ്ത് നോക്കി. കറക്റ്റ് ആയോന്ന് അറിയില്ല, ടേസ്റ്റ് ചെയ്ത്. ഇത് വേറെ ബ്രാൻഡിംഗ് ആയിട്ട് എന്ത് ചെയ്യാം കേട്ടോ. അയ്യോ, കട്ട് ചെയ്യട്ടെ. ലുക്കിംഗ് നൈസ് അല്ലേ? ആ ലെയറിംഗ് ഒക്കെ കണ്ടിട്ടോളാം. മാടി മാടി വിളിക്കുന്നു നമ്മളെ. നമ്മള് ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഷുഗർ റഷ് ഉണ്ടാവും കേട്ടോ. എൻ്റെ ദൈവമേ, ഈ ഇവിടെയൊക്കെ ഫില്ലിങ് ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ അകത്തോ ഉണ്ടോ? ചോക്ലേറ്റ് കിട്ടുന്നത് ഒന്നും റെഡിമെയ്ഡ് അല്ല മാം, എല്ലാം ഞാൻ ഇവിടെ ചെയ്ത് തന്നെയാണ്. ആ ക്യാരമൽ സോസ് അതിൽ വീത്തുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. നല്ല ക്രഞ്ചി ഫീലിംഗ്, ഫെററോഷൻ എല്ലാം ഉണ്ട്. കേക്കായാലും എല്ലാം വന്നിട്ടുണ്ട് സംഭവം. ആ ഒരു സോസും കൂടി വീത്തി ഒന്ന് ടേസ്റ്റ് ചെയ്യും സാർ. ഈ ഒരു എന്താ പറഞ്ഞ വരാൻ എന്താ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് അതെ, നെടുമങ്ങാട്. അതെ അതെ, കൺസ്ട്രെയിൻസ് വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഗുഡ്. കുറച്ച് നല്ല ഒരു അല്ല, അത് ഒരു ഹാപ്പിനെസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫീലിംഗ് ഇതിനകത്താണ്. താങ്ക് യു സോ മച്ച്. യമ്മിയാണ്. ഓക്കെ, താങ്ക് യു മാം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫിനിഷിങ്ങിന് ഒരു കുറവുണ്ട്. അത് ക്രീം ഇച്ചിരി ഒന്ന് മെൽറ്റ്. ഇത് ഒരു പെർഫെക്റ്റ് ഫിനിഷിങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായിരുന്നു. ഡ്രസ്സിങ്ങും ഗാർണിഷിങ്ങും ഇതൊരു മൊത്തത്തിൽ കറക്റ്റ് ആയിട്ട് വന്നതാണ് സാർ. ഒന്നും കൂടെ തിരിച്ചൊന്നും കൂടെ രണ്ടാമത് ഞാൻ ക്രീം ബീറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈം ബീറ്റ് ലൂസായി പോയത് കൊണ്ട് അത് കളഞ്ഞ് രണ്ടാമതും ബീറ്റ് ചെയ്ത് എടുത്തതാണ്. അതിന്റെ ഒരു പ്രശ്നം മാത്രമേ കാണുന്നുള്ളൂ. ടേസ്റ്റ് ബേസ് അടിപൊളി, ടേസ്റ്റ് നല്ല, വളരെ നല്ലത്. അവസരം കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട് ചെയ്യും. ടേസ്റ്റ് വളരെ നല്ലതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഫിനിഷിങ്ങിൻ്റെ ഒരു വിഷയമുണ്ട്. അത് പലർക്കും വിഷയമുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. ഓക്കെ, താങ്ക് യു. അസന ഫ്രം മലപ്പുറം. Baking Queen, Baking Queen, Baking Queen,
പാവ്ലോവ. ആൻഡ് പാവ്ലോവ മിക്സാണ്. ഇത് നമ്മളൊരു ലെവലിൽ എത്തിക്കും. പക്ഷേ രണ്ട് ഒരു ഫ്യൂഷൻ. ഓക്കെ, പക്ഷെ രണ്ടും ക്രീം ചീസ്. ഇത് ജാപ്പനീസിലും ക്രീം ചീസ്, അതേപോലെ പാവ്ലോവ ഫില്ലിങ്ങും ക്രീം ചീസ് ഫില്ലിങ്. അങ്ങനെയാണ് അതിനെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഫൈൻ. കട്ട് തരും. ഓക്കെ, മുറിച്ചോളൂ. യെസ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അതെപ്പോഴും നമ്മൾ പാവ്ലോവ ചെയ്യുമ്പോൾ അതിൻ്റെ മേലുള്ള ക്രീമും ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വരുമ്പോൾ ഒരു ഭംഗിയാണത്. പാവ്ലോവും കൂടെ കൂട്ടിയിട്ട് എടുക്കും. അതെ അത് തന്നെ എടുക്കുന്നത്. യെസ്. പാവ്ലോവ ഒരു ക്രിസ്പി ചെറിയൊരു ചൂയി. വിചാരിച്ച ടെക്സ്ചർ പാവ്ലോവയ്ക്ക് വന്നിട്ടില്ല അല്ലേ? അതിൻ്റെ ഒരു ഹീറ്റ് കുറച്ച് കൂടി ഇവിടുത്തെ ടെമ്പറേച്ചർ. പക്ഷേ ടേസ്റ്റിംഗ് നൈസ്. ഇവൻ്റെ ചീസ് കേക്ക് ടേസ്റ്റ് നല്ലതാണ്. പിന്നെ ക്രീം ചീസൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആൻഡ് ദ ഫ്രഷ് ഫ്രൂട്ട്സ് ഗുഡ്. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മൾ 4 ഒരു ഷുഗർ റഷും 4 കണ്ടസ്റ്റൻസിനെ കഴിച്ച് ഞങ്ങൾ ഏകദേശം സെറ്റാണ്. എല്ലാം നല്ലതായിരുന്നു. എല്ലാം നല്ല വെരി സ്വീറ്റ് ആൻഡ് ടേസ്റ്റി, യമ്മി, ഫ്രഷ് എല്ലാം ഉണ്ട്. അത് എന്ത് ചെയ്യാനാ, എല്ലാം നമ്മുടെ പേസ്ട്രീസ് ആണല്ലോ. ഇറ്റ്സ് ഓൾ നൈസ്. നമ്മൾ ഫ്യൂഷൻ കോൺസെപ്റ്റിൽ കുറേയൊക്കെ പരിധി വരെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ 100% ആയോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാറായിട്ടില്ല. ഓക്കെ, പക്ഷേ റിസൾട്ട് ഇപ്പോൾ അറിയാലോ. ആരും പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല. എല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ഫൈനലായിട്ട് പറയുള്ളൂ. 24 കണ്ടസ്റ്റൻസും കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാം സ്വാദ് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓഫ് ദ ലോട്ട് 12 കണ്ടസ്റ്റൻസ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് റൗണ്ട്. അതാണ് നമ്മുടെ തീരുമാനം. എന്നാലേ കറക്റ്റായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. ഈ നോക്കൗട്ടല്ല, സാധാരണ നോക്കൗട്ട് പറയുമല്ലോ, 2 പോവും 2 പേരും. അങ്ങനെ നോക്കൗട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈനലാകുമ്പോൾ ചിലപ്പോൾ നല്ല കുറച്ച് ആൾക്കാർ, ചിലപ്പോൾ ഒരു 4 പേരുള്ള ഒരു റൗണ്ടിൽ 4 പേരും നല്ലതാവാം, എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വലിയ നഷ്ടമാവും 2 പേരെ വെറുതെ പോകുമ്പോൾ. അതുകൊണ്ടാണ് സോ വെയിറ്റ് ഫോർ ദ റിസൾട്ട്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കീപ് വാച്ചിങ് ആൻഡ് എന്താ പറയുക, നമ്മൾ നിങ്ങൾക്കിതൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങളുടെ സ്കിൽസ് എക്സിബിറ്റ് ചെയ്യാൻ. എല്ലാവരും തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി ഫൈനൽ റിസൾട്ട് അടുത്ത റൗണ്ടിൽ വരുന്നവരെ. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് വരട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു എന്താ പറയുക, ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എല്ലാവരും തന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല റെസിപ്പീസ് ആയിരുന്നു. നിങ്ങൾക്കും വീടുകളിൽ അത് തയ്യാറാക്കാം. എക്സലൻറ്റ് പെർഫോമൻസ് ബൈ അവർ കണ്ടസ്റ്റൻസ്. അപ്പോൾ ഇനി തീരുന്നില്ല നമ്മുടെ കോമ്പറ്റീഷൻ. അതും ഫസ്റ്റ് റൗണ്ട് തീർന്നിട്ടില്ല, പ്രിലിമിനറി ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ Baking Queen gift sponsored by Lulu Hypermarket, Dr. Lakshmi Nayer's Ornaments courtesy, Jewel Hut, GH Road, Statue, Trivandrum, and Abharanam by Anuradha Nair, East Fort, Trivandrum.